പ്രകൃതിയിലേക്ക് വലിച്ചെറിയുകയും അത് മലിനീകരണത്തിന് കാരണമാവുകയും ചെയ്യുന്നു. മണ്ണിൽ കിടന്നാൽ വർഷങ്ങളോളം ഡികമ്പോസ് ചെയ്യാതെ കിടക്കുകയും മണ്ണിലെ സൂക്ഷ്മജീവികളുടെ വളർച്ചയെ തടസ്സപ്പെടുത്തുകയും ചെയ്യും. മണ്ണിലേക്കുള്ള ജലത്തിന്റെ ഒഴുക്കിനെ ഇത് തടസ്സമാകുന്നു. ബയോപ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ ഹരിതഗ്രഹ വാതകങ്ങളാണ് പുറത്തുവിടുന്നത്. ചില ബയോപ്ലാസ്റ്റിക്കുകൾ കടൽ വെള്ളത്തിൽ പോലും വേഗത്തിൽ ലയിക്കുന്നവയാണ്. പരമ്പരാഗതമായ പ്ലാസ്റ്റിക്കുകളിൽ കാണപ്പെടുന്ന പോലെ ബിസ്ഫെനോൾ എ പോലെയുള്ള ആരോഗ്യത്തിന് ഹാനികരമായ രാസവസ്തുക്കൾ ബയോപ്ലാസ്റ്റിക്കിൽ അടങ്ങിയിരിക്കില്ല. അതിനാൽ നമുക്ക് നിത്യജീവിതത്തിൽ പ്ലാസ്റ്റിക്കുകൾക്ക് പകരം ബയോപ്ലാസ്റ്റിക്കുകൾ ഉപയോഗിക്കാം. പ്രകൃതിക്കും മനുഷ്യനും മൃഗങ്ങൾക്കുമെല്ലാം ഹാനികരമാണല്ലോ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ. ഇതിൽ നിന്നും നമ്മുടെ ചുറ്റുപാടിനെ സംരക്ഷിക്കേണ്ടതുണ്ട്. പ്ലാസ്റ്റിക് മാലിന്യങ്ങളിൽ നിന്നുമുള്ള മോചനത്തിനായി ബയോപ്ലാസ്റ്റിക് എന്ന നൂതന ആശയമാണ് ഞങ്ങളിവിടെ അവതരിപ്പിക്കാൻ പറ്റുന്നത്. ഇതിനാവശ്യമായ സാമഗ്രികൾ: വിനാഗിരി, ഗ്ലിസറോൾ, ബനാനയുടെ തൊലി, ഓറഞ്ചിൻ്റെ തൊലി, പൊട്ടറ്റോയുടെ തൊലി എന്നിവയാണ്. ബനാനയുടെയും ഓറഞ്ചിൻ്റെയും പൊട്ടറ്റോയുടെ തൊലിയും 30 മിനിറ്റ് പാത്രത്തിൽ വെള്ളമൊഴിച്ച് തിളപ്പിക്കുക. അത് സോഫ്റ്റ് ആകുന്നത് വരെ അരിച്ച് തണുപ്പിക്കുക. അതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് മിക്സിയിലിട്ട് അടിച്ച് പേസ്റ്റ് രൂപത്തിലാക്കുക. ഇത് ഒരു തുണിയിട്ട് അരിച്ച് മാറ്റി വെക്കുക. ഇപ്പോൾ അർദ്ധഖരാവസ്ഥയിലുള്ള ഒരു പൾപ്പാക്കി 100 മില്ലി പൾപ്പിൽ 1 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിക്കുക. അതിലേക്ക് ഗ്ലിസറിൻ ഒഴിക്കുക. അതിലേക്ക് ഗ്ലാസ് റോഡ് ഉപയോഗിച്ച് മിക്സ് ചെയ്യുക. അതിനുശേഷം നിറത്തിനായി ഡൈയോ അല്ലെങ്കിൽ ഫുഡ് കളറോ ഒഴിക്കുക. അത് നന്നായി മിക്സ് ചെയ്യുക. അതിനുശേഷം ബീക്കർ ചൂടാക്കുക. അത് തുടർച്ചയായി ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ പ്രകാശം കടത്തിവിടുന്ന ഒരു പദാർത്ഥം ഉണ്ടാകുന്നതാണ്. അത് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക. അതിനുശേഷം അത് ഒരു അലുമിനിയം ഫോയിൽ പേപ്പറിലേക്ക് പരത്തി വയ്ക്കുക. അതിനുശേഷം അത് 2-3 ദിവസം റൂം ടെമ്പറേച്ചറിലോ അല്ലെങ്കിൽ വെയിലത്തോ വെച്ച് ഉണക്കിയെടുക്കുമ്പോൾ നമുക്ക് ബയോപ്ലാസ്റ്റിക് ലഭിക്കുന്നു. ബയോപ്ലാസ്റ്റിക് നിർമ്മാണത്തിന്റെ രീതികൾ എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ? പ്ലാസ്റ്റിക് മാലിന്യമുക്ത ലോകത്തിനായി നമുക്ക് ഒരുമിച്ച്